ഹലോ നമസ്കാരം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മത്സരവും വിജയിച്ചുകൊണ്ട് T20 വേൾഡ് കപ്പിന്റെ സൂപ്പർ 8ലേക്കുള്ള യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ടീം ഇന്ത്യ. US-നെതിരെ 7 വിക്കറ്റിന് കിടിലൻ വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു ഇത്. കാരണം എളുപ്പത്തിൽ ഇന്ത്യ വിജയിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരു ഘട്ടത്തിൽ US ശരിക്കും വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു ടീം ഇന്ത്യയെ. ടോസ് നേടിക്കൊണ്ട് രോഹിത് ശർമ്മ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നല്ലോ. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത USA 8 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് 110 റൺസായിരുന്നു. 27 റൺസ് നേടിയ നിതീഷ് കുമാറും 24 റൺസ് നേടിയ സ്റ്റീവൻ ടൈലറുമായിരുന്നു USA പ്രധാന സ്കോറർമാരായി മാറിയതും. എന്തായാലും ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ് അദ്ദേഹം എന്തൊരു പ്രകടനമാണ് നടത്തിയത്. 4 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. അതും 4 ഓവറിൽ വെറും 9 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട്. ഹാർദിക് പാണ്ഡ്യയും 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മറുപടി ബാറ്റിംഗിൽ ടീം ഇന്ത്യ അനായാസം വിജയം സ്വന്തമാക്കുന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ കൂടി കാര്യങ്ങൾ ആകെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ഓപ്പണർമാരെ നഷ്ടമാവുമ്പോൾ ടീം ഇന്ത്യ വെറും 10 റൺസ് മാത്രമായിരുന്നു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. വിരാട് കോഹ്ലി ഈ ഒരു മത്സരത്തിലും പൂർണ്ണമായിട്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം IPL 700 റൺസിന് മുകളിൽ അടിച്ചെടുത്തിട്ടുള്ള തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുള്ള കോഹ്ലിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരു മോശം ഷോട്ട് കളിച്ചുകൊണ്ടാണ് കോഹ്ലി ഔട്ടായത് എന്നുള്ളതാണ് സങ്കടം. കളിയുടെ മൂന്നാമത്തെ ഓവറിൽ രോഹിത് ശർമ്മയും ഇന്ത്യക്ക് നഷ്ടമായപ്പോൾ 2 വിക്കറ്റും സൗരഭ് നെത്രാവൽക്കർ ആയിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ പതറിപ്പോയ ടീം ഇന്ത്യയെ 29 റൺസ് രണ്ടാം വിക്കറ്റിൽ സ്വന്തമാക്കിക്കൊണ്ട് ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് പാർട്ണർഷിപ്പാണ് അവരെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. അലി ഖാൻ 18 റൺസ് നേടിയ പന്തിനെ പുറത്താക്കിക്കൊണ്ട് ആ ഒരു കൂട്ടുകെട്ടും തകർത്തു. പാകിസ്ഥാനെ USA അട്ടിമറിച്ചതുപോലെ വീണ്ടും ടീം ഇന്ത്യയും USA അട്ടിമറിക്കാൻ പോവുകയാണോ എന്നുള്ള ഭയമൊക്കെ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവണം. പിന്നീട് ശിവം ദുബെ വരുന്നു. അത്യാവശ്യം മികച്ച രീതിയിൽ USA കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ ആവട്ടെ നല്ല രീതിയിൽ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ശിവം ദുബെ ആകട്ടെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതും. പക്ഷേ സൂര്യകുമാർ യാദവും ശിവം ദുബെയും പിന്നീട് കരുതലോടുകൂടെ മികച്ച മെച്ചൂർഡായിട്ട് ബാറ്റ് വീശിയപ്പോൾ 4ാം വിക്കറ്റിൽ ആ ഒരു കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയത്തിനരികിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ മത്സരം നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓവറുകൾ ആരംഭിക്കുവാൻ വൈകുന്നത് 3 തവണ ആവർത്തിച്ചതുകൊണ്ട് തന്നെ 5 പെനാൽറ്റി റൺസും USA-ക്കെതിരെ ചുമത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് ടീം ഇന്ത്യക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സൂര്യകുമാർ യാദവിന്റെ പ്രകടനം എടുത്തു പറയണം. അതെ, സ്കൈ ഈസ് ദ ഹീറോ. ദുബൈയെ ചേർത്ത് പിടിച്ചുകൊണ്ട് 4ാം വിക്കറ്റിൽ നേടിയ 72 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇന്ത്യയെ 18.2 ഓവറിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യ ഇതാ കളിച്ച 3 മത്സരത്തിലും കിടിലൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു സൂപ്പർ 8ന്റെ യോഗ്യത 100% ഉറപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു വിജയം പാകിസ്ഥാന്റെ വേൾഡ് കപ്പിന്റെ പ്രതീക്ഷകൾ സജീവമാക്കാൻ ഒരു കാരണമായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.